അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏതറ്റം വരെ പോവാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം പാലക്കാട് ലോഡ്ജിൽ കൊണ്ടുപോയത് ബോധം കെടുത്തിയാണോ ഇവിടെ ഇവിടെ സ്വയബോധത്തോടല്ലേ അയാളുടെ കൂടെ പോയത്? സ്വയബോധത്തോടെ അയാളുടെ കൂടെ പോയി കാര്യം കണ്ടിട്ട് പിന്നെ ഇവിടെ എന്തിനാ പാമ്പിടിച്ച കൊച്ചനെ കുരുക്കേണ്ട കാര്യം എന്തുവാ? ഞെട്ടിക്കുന്ന 2 ഓഡിയോ ക്ലിപ്പാണ്. ഒന്ന് സരിന്റെ ഭാര്യയുടെ ഓഡിയോ ക്ലിപ്പും, 2 അതിജീവിത എന്ന് പറയുന്ന, അതായത് കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ പീഡനം 2026 ട്രെൻഡാണ്. 2025 അവസാനമാണ് ഈ ഒരു ട്രെൻഡ് വന്നത്. അതായത് കിടന്നു കൊടുക്കും, അതിനുശേഷം അതിന് പുതിയൊരു പേരിടും, പീഡനമെന്ന്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അയൽവാസി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരും നിങ്ങൾ കേൾക്കണം. അതിനുശേഷം നമ്മൾ സരിന്റെ ഭാര്യ പറയുന്ന കാര്യം ഞാൻ വെച്ചു തരാം. പിന്നീട് പ്രശാന്ത് ശിവൻ, ഷാഫി പറമ്പിലിനെ ഇന്നലെ ചൊറിഞ്ഞ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രാഹുൽ മാങ്കൂടത്തിലിനെ പീഡിപ്പിക്കാനുള്ള ഫ്ലാറ്റ് വടകരയിൽ മേടിച്ചു കൊടുത്തത് ഷാഫി പറമ്പിൽ എന്നാണ് പ്രശാന്ത് ശിവൻ പച്ചക്കളവ് പറഞ്ഞത്. പ്രശാന്ത് ശിവന് ഷാഫി പറമ്പിൽ കിടിലൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ സൈഡിൽ വെച്ചു തരാം. അതിനുശേഷം ഒരു യുവതി വന്നിട്ടുണ്ട് നല്ല കിടിലൻ മറുപടിയുമായിട്ട്. അതായത് മൂന്നാമത്തെ അതിജീവിത എന്ന് പറയുന്ന, കിടന്നു കൊടുത്തിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മൂന്നാമത്തെ അതിജീവിതക്ക് ഒരു പെൺകുട്ടി കിടിലൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനും രാഹുൽ ഈശ്വറും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിവാദമാണ്, ഞങ്ങൾക്ക് കേസാവും. അതുകൊണ്ട് പെണ്ണുങ്ങൾ തന്നെ മറുപടി കൊടുക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒരു പെണ്ണ് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വെച്ചുതരാം. ആദ്യം നമുക്ക് സരിന്റെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത്. ഒരു കാര്യം പറയുകയാണ്, സരിന്റെ ഭാര്യ നിലവിൽ സൈബർ അറ്റാക്കാണ്. അതായത് കുറേ പേര് സരിന്റെ ഭാര്യയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നീയല്ലേടി രാഹുലിനെ കുടിക്കത്, നീയാണ് രാഹുലിനെ കുടിക്കത്, അങ്ങനെയൊക്കെയാണ് കുറേ പേര് സരിന്റെ ഭാര്യയോട് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് സരിന്റെ ഭാര്യ രംഗത്ത് വന്നത്. എന്താണ് സരിന്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊന്ന് നോക്കുക. ഇനി ഇത് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഉള്ളതിന് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പല നമ്പറുകളും അബ്രോഡാണ്, ബഹറിൻ നിന്നൊക്കെയുള്ള നമ്പറുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് സരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് സെഷൻ ഉണ്ട് 24-ാം തീയതി കോഴിക്കോട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് കൊടുക്കും. അത് ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചിട്ട് തന്നെയാണ്. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ സൈബർ അറ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവും. ഇപ്പൊ 3 പേരല്ലേ മുന്നോട്ട് വന്നത്, ഒരു 4ാമത്തെ ആൾക്ക് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. അല്ല, സരിന്റെ ഭാര്യയുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? അതായത് കാറ്റ് വരാതെ ഇല എന്തെങ്കിലും അനക്കമുണ്ടാവുമോ? സരിന്റെ ഭാര്യയാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് കുറേ പേര് സരിന്റെ ഭാര്യയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത്, അതായത് ഒരു കാറ്റ് വരാതെ ഇല അനങ്ങൂല. സരിന്റെ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സരിന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് വിളിക്കുന്നവർക്ക് കിട്ടുന്നത്? ഓക്കെ, നമ്മൾ എന്തായാലും ഇടപെടുന്നില്ല. സരിന്റെ ഭാര്യ അത് കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, ഞാൻ അതിജീവിതയുടെ അയൽവാസി പറഞ്ഞ ഒരു കാര്യം ഞാൻ വെച്ചു തരാം. നിങ്ങൾ ആരും പോകരുത്. വീണ്ടുമുണ്ട് കുറേ വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് അതിജീവിതയുടെ അയൽവാസിക്ക് പറയാനുള്ളത്. ഈ തിരുവല്ല ലോഡ്ജിൽ കൊണ്ട് ഇവിടെ ബോധം കെടുത്തിയാണോ രാഹുൽ കൊണ്ടുപോയത്? പാലക്കാട് ലോഡ്ജിൽ കൊണ്ടുപോയത് ബോധം കെടുത്തിയാണോ ഇവിടെ സ്വയബോധത്തോടല്ലേ അയാളുടെ കൂടെ പോയത്? സ്വയബോധത്തോടെ അയാളുടെ കൂടെ പോയി കാര്യം കണ്ടിട്ട് പിന്നെ ഇവിടെ എന്തിനാ പാമ്പിടിച്ച കൊച്ചനെ കുരുക്കേണ്ട കാര്യം എന്തുവാ? അതിന് കൂട്ട് പിണറായിയും പാമ്പിടിച്ച സത്യസന്ധനായ ഉമ്മൻചാണ്ടിയെ വെറുതെ കൂട്ടി അപവാദം പറഞ്ഞ പുള്ളികളാ ഇവരൊക്കെ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഈ കേക്കച്ചനല്ലേ അന്നും ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ മുന്നിൽ നിന്നത്? കേക്കച്ചനാ നിന്നത്. പിന്നെ അങ്ങേര് അന്ന് കോൺഗ്രസ്സുകാർ അങ്ങേർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെ, അങ്ങേര് ഒരിക്കലും രാജിവെക്കത്തില്ലായിരുന്നു. ഇവനൊക്കെ കസേരയ്ക്ക് വേണ്ടി കിടന്ന് തൂങ്ങിയതാ അങ്ങേരെ ചതിച്ചത്. കുഞ്ഞാറുകാരനും ചെന്നേച്ച് പറഞ്ഞു ക്ലിപ്പ് ഹൗസില് പിന്നെ 2 പേരും കൂടെ പിണഞ്ഞു കിടക്കുക എന്നാ പറഞ്ഞത്. അതുപോലല്ലേ രാഹുലിനെ പറ്റി ഇവിളി പാലക്കാട് പോയി, തിരുവല്ലായി വന്നു, കോട്ടയത്ത് പോയി, കോഴിക്കോട് പോയി, കാസർഗോഡ് പോയെങ്കിൽ അവിടെ സമ്മതത്തോടല്ലേ, ഇവിടെ മരിച്ചോണ്ട് പോയതല്ലല്ലോ, ഇവിടെ ബോധം കെടുത്തി കൊണ്ടുപോയതല്ലല്ലോ. 1 വർഷം കഴിഞ്ഞപ്പോഴാ പീഡനമായെന്ന് ഇവിടെ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അവസാനം ഇവനൊക്കെ എന്നാ ഭാരപ്പെടാനും അയാൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതൊക്കെ തന്തയ്ക്ക് പറക്കാഴിയല്ലേ കാണിക്കുന്നത്. പിണറായിക്ക് പണ്ടേ ഉള്ളതാ, ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനി 3ാം ഭരണം. അവൻ എന്നാക്കെ കളിച്ചാൽ അയക്കിനി 3ാം ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ കണ്ടില്ല, ശബരിമല മുഴുവൻ കട്ടുമുടിച്ചു. അവൻ കട്ടുമുടിച്ച് ഇപ്പൊ അത് പിന്നെ എല്ലാത്തിനും അവന്റെ ആൾക്കാരാ കിടക്കുന്ന. അതിനവന് ചോദ്യം ചെയ്യില്ല. രാഹുൽ പെണ്ണുങ്ങളുടെ പുറകെ പോയത് അവന് സാമാനം ഉള്ളതുകൊണ്ടോ അവൻ പെണ്ണുങ്ങളുടെ പുറകെ പോയത്? അവന്റെ പുറകെ വന്നതാ പെണ്ണുങ്ങള്, അല്ല അവൻ ഒരു പെണ്ണുങ്ങളുടെ പുറകെ പോയില്ല. അവനെ കണ്ട് മിണുമിണുത്ത് വന്നതാ ഇവളുമാരൊക്കെ.
അവൻ ഒരുത്തരുടെ പുറകെ പോയിട്ടില്ല. ഇപ്പൊ ഇവനെന്നാ പിന്നെ ജയിലിൽ കിടക്കുന്നവന്മാരെ ഒന്നും ചോദ്യം ചെയ്യാത്തത്? അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി അപ്പൊ രാഹുലിനെ അടുത്ത് ഇടക്കിട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയുകയാണ്. റോഡ് സൈഡിലൂടെ ഒരു പെണ്ണ് നടന്നു പോയിട്ട് അവളെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി നമ്മൾ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനല്ലേ പീഡനമെന്ന് പറയുന്നത്? വീട്ടിലൊരു ഭർത്താവിരിക്കെ കണ്ട ആണുങ്ങളുടെ കൂടെ പോകുന്നതിനെ പീഡനമാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് പേഴ്സണലി ഒന്നും അറിയുന്നില്ല. അതായത് പീഡിപ്പിച്ചു, എൻ്റെ ശരീരം രാഹുൽ ആക്രമിച്ചേ, എന്നെ വേദനിപ്പിച്ചേ എന്നൊക്കെ ഈ പെണ്ണ്, ഈ മൂന്നാമത്തെ പരാതിക്കാർ പറഞ്ഞു. അതിൻ്റെ അവർ പുറത്തുവിട്ട ആ ചാർട്സ് അത് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നത് രാഹുലിന്, അതായത് ഫ്ലാറ്റ് വാങ്ങാനും എല്ലാത്തിനും ഈ പെണ്ണ് രാഹുലിനെ ഹെൽപ്പ് ചെയ്തിന്. രാഹുലിന് നമ്പർ സേവ് ചെയ്തത് രാഹുൽ ലവ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പിന്നെ മീഡിയാസ്, ഏഷ്യനെറ്റ്, റിപ്പോർട്ടർ, 24, നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ സമ്മതിച്ചു എന്നാണ് ഈ പറയുന്ന മീഡിയാസ് പറയുന്നത്. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു പെണ്ണുള്ള കാര്യമേ രാഹുലിന് അറിയില്ല. ഓക്കെ, മീഡിയാസ് പച്ചക്കളവാണ്, നായ്ക്കളെ ഒറ്റ നമുക്ക് വിളിക്കാൻ പറ്റും. റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറും സംഘവും വെറുതെ പറയുന്നതാണ്, അതാരും നിങ്ങൾ വിശ്വസിക്കണ്ട. അങ്ങനെ ഒരു പെണ്ണുള്ളതന്നെ സംശയമാണ്. അഥവാ ഉണ്ടെങ്കിൽ ഇവറ്റകൾ കിടന്നു കൊടുത്തിട്ടല്ലേ പോകുന്നത്? വീട്ടിൽ ഭർത്താവ്, പാവം ആ മനുഷ്യനെ, ഭർത്താവ് എന്ന ആ മനുഷ്യനെ ചതിച്ചിട്ട് വാടാന്നൊക്കെ വിളിച്ചിട്ട് ഫ്ലാറ്റ്, അതായത് നമുക്ക് ഇമെയിലിൽ മൂന്നാമത്തെ പരാതിയിൽ മെയിലിൽ എഴുതിയത് ആ പെണ്ണാണ് ലോഡ്ജ് അടക്കം ബുക്ക് ചെയ്തത്, പൈസ അടക്കം ബുക്ക് ചെയ്ത് ആദ്യം ഫ്ലാറ്റിലേക്ക് എത്തിയത് ആ പെണ്ണാണ്. ഓക്കെ, പാവം ആ ഭർത്താവിനെ ചതിച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ നീ അവിടെ ഇരിക്കണം, കണ്ട ആണുങ്ങളുടെ കൂടെ പോകുന്ന ഇവറ്റകളല്ലേ ആദ്യം തൂക്കിക്കൊല്ലേണ്ടത്, പറഞ്ഞാൽ കൂടിപ്പോ, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ പരാതിക്കാരിക്കത് ഒരു യുവതി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സ്വന്തം ഭർത്താവിരിക്കെ ഇനി അവർ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, അപ്പം ഈ അതിജീവിത എന്ന പുതിയ പരാതിക്കാരി ചെയ്തു കൂട്ടിയത് എന്താണ്? അത് അവിഹിതമല്ലേ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത തെണ്ടിത്തരത്തെ പറ്റി ആരും സംസാരിക്കാത്തത്? അത് ആർക്കൊരു പ്രശ്നമല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഹോട്ടൽ മുറിയിലൊക്കെ പോയി ഇരുന്നിട്ടാണോ കുടുംബ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെല്ലാം പരാതിയും പരിഭവവും പറയാൻ വേണ്ടിയിട്ട് മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടുന്നത്? അവിടെയാണോ കുടുംബ കോടതിയും അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ മാങ്കൂട്ടം ഇനി വല്ല കൗൺസിലിംഗ് സെന്ററും നടത്തുന്നുണ്ടോ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ 3 മണിക്കൂർ നിർബന്ധിച്ച് 3 മണിക്കൂർ പീഡിപ്പിച്ച മാങ്കൂട്ടം, പിതൃത്വം നിഷേധിച്ച മാങ്കൂട്ടം, മുഖത്ത് തുപ്പിയ മാങ്കൂട്ടം, ഇങ്ങനെ ഒരാൾക്ക് പിന്നീട് സമ്മാനങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത ഈ ചേച്ചിയെ നമ്മൾ കാണാതെ പോകരുത്, പരിഗണിക്കാതെ പോകരുത്. അപ്പൊ തന്നെ നെല്ല് പുഴുങ്ങി കുത്തിയുണ്ടാക്കുന്ന അരി വേവിച്ച് കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവില്ലേ? മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? ഇപ്പൊ എന്നെ ആരെങ്കിലും സ്നേഹം നടിച്ച് പീഡിപ്പിച്ച് ഞാനെങ്ങാനും ഗർഭം ധരിച്ചു പോയാല് എന്റെ പൊന്നെ, ഞാൻ പിന്നെ ആ പരിസരത്തോലും പോയില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മറ്റേ എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടിയെ പോലെ കിടന്ന് പിടയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഒരു മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കിടന്ന് കാണിക്കുന്ന വ്യഗ്രത എല്ലാ കാര്യത്തിലും കാണിച്ചിരുന്നെങ്കിലും നമ്മളെ കേരളം എന്നേ നന്നായി പോയേനെ. ഈ ന്യൂസ് ചാനലിലെ മൊട്ടാരുണ്ട് ഇന്നലെ എഴുതിട്ടൊരു ചാർട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇത്ര ഗർഭം, ഇത്ര പീഡനം, ഇത്ര അബോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പുന്നത്? നാണമുണ്ടോ അരുൺകുമാർ? ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ അരുൺകുമാറുണ്ട്. ഓക്കെ, അരുൺകുമാറിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടും. അതായത് അരുൺകുമാറിനെ തല്ലി ചോദ്യം ചെയ്യണം. ഇതൊക്കെ ഒരുപക്ഷെ അരുൺകുമാർ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, ഇതുള്ളതാണെങ്കിൽ, അതായത് നമുക്ക് ഷാഫി പറമ്പിൽ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശാരീരികമായി ബന്ധപ്പെട്ടതൊക്കെ, അതായത് അവളുടെ സമ്മതപ്രകാരം രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടത് അതുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും കേസ് വരും. ഓക്കെ, കാരണം ഇതുപോലൊരു ട്രാപ്പാണ്. ആരോ മുൻകൂട്ടി പ്ലാനിട്ട് ഒരു 10-15 പെൺകുട്ടികളെ റെഡിയാക്കി ഈ പെൺകുട്ടികൾ രാഹുലിൻ്റെ പിന്നിൽ പോകുന്നു, നിരന്തരം രാഹുലിന് മെസ്സേജ് അയക്കുന്നു, അതിനുശേഷം ബെഡിലേക്ക് വിളിക്കുന്നു, എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുന്നു, തെളിവായി ഈ ചാർട്ട്സ് ഒക്കെ കാണിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് CPM-ൻ്റെയും BJP-യുടെയും ഒരു കളിയായിരിക്കും. ഇത് മുമ്പേ, അതായത് ഒരു 5-6 മാസം മുമ്പ് പ്ലാൻ ഇട്ട് റെഡിയാക്കി വെച്ചതായിരിക്കും. അതായത് ഒരു 10 പെൺകുട്ടികൾക്ക് ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ രാഹുലിനെ പ്രണയിക്കണം, രാഹുലിന് നിരന്തരം മെസ്സേജ് അയക്കണം, അതിനുശേഷം ബെഡിലേക്ക് വിളിക്കണം, രാഹുൽ വന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കണം. അങ്ങനെ റെഡിയാക്കിയതായിരിക്കും. ഇനിയും 4ാമത്തെ പരാതിക്കാർ വരും, 5ാമത്തെ പരാതിക്കാർ വരും. പാവം രാഹുൽ ട്രാപ്പിൽ, ഹണി ട്രാപ്പ്. ഞാനൊരു കാര്യം പറയുകയാണ്, ട്രാപ്പിൽ പെടൂല. ഇപ്പം ഞാനൊരാണാണ്,
എന്നൊരു പെണ്ണ് രാത്രി 11 മണിക്കും 12 മണിക്കും എന്നെ മെസ്സേജ് അയച്ച് വിളിക്കുകയാണ്, ബാടാ ഞാൻ നിനക്കൊരു നല്ലൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തതിന് ഒന്ന് വരോ, നമ്മൾ ശാരീരികമായി ബന്ധപ്പെടാം, വാ വാന്ന്, എൻ്റെ ഭർത്താവിനെ ഞാൻ ഇന്ന് ചതിച്ചു, നീ വാ വാന്ന് നിരന്തരം മെസ്സേജ് അയക്കുമ്പോൾ ആരായാലും പോവില്ലേ? മനുഷ്യന്മാരല്ലേ. ഞാനിവിടെ രാഹുലിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്, ഞാനങ്ങനെ പോകുന്നല്ല ഞാൻ പറയുന്നത്. അതായത് സൊസൈറ്റി നിയമമാണ്. ഈ വീഡിയോ കാണുന്ന പെണ്ണുമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കൂ. ഒരു പെണ്ണ് നിരന്തരമായി വാടാ വാടാ വാടാ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നമ്മൾ നിരന്തരമായി വിളിക്കുന്നു വാടി 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 പ്ലീസ് പ്ലീസ് എന്നൊക്കെ, ആരായാലും വരൂലേ? മനുഷ്യന്മാരല്ലേ. ദൈവം തന്ന നമുക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ, കാമോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് വലിയൊരു ട്രാപ്പിൽ രാഹുൽ പെട്ടു. ഇനിയും കേസ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓക്കെ, പക്ഷേ രാഹുൽ ഊരപ്പെടും. ഓക്കെ, കാരണം ഇതെല്ലാം ഈ വരുന്ന ഈ 3 പരാതിയിലും, രണ്ടാമത്തെ കേസില്ല, ആദ്യ പരാതിയിലും 3ാമത്തെ പരാതിയിലും അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പും അവർ അയച്ചു തരുന്ന മെസ്സേജൊക്കെ ഉള്ളതാണെങ്കിൽ അത് അവരുടെ ഇഷ്ടപ്രകാരമാണ് രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടത്. എന്ത് തെറ്റാണുള്ളത്? മലയാളത്തിൻ്റെ വലിയൊരു സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് അദ്ദേഹം 3000-ഓളം വരുന്ന സ്ത്രീകളെയാണ് ലൈംഗികമായിട്ട്, അതായത് ശാരീരികമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്കിപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇവർ നല്ലവരാണോ? നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക്, അതായത് പരസ്പര സമ്മതത്തോടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അങ്ങനെ ബെഡിലേക്ക് വിളിച്ച് എല്ലാ സുഖവും ആസ്വദിച്ചതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ബാക്കി നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗം ചർച്ച ചെയ്യാം. എന്താണ് ഷാഫി പറമ്പിലിൻ്റെ വിഷയം? ഓക്കെ, പ്രശാന്ത് ശിവൻ വലിയ രീതിയിൽ അളക്കിയിട്ടുണ്ട്. ആദ്യം എന്താണ് പ്രശാന്ത് ശിവന് പറയാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. അതിനുശേഷം ഷാഫി കൊടുത്ത മറുപടി ഞാൻ സൈഡിൽ വെച്ച് തരാം. ഓക്കെ, മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് BJP. വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്ന് കണ്ടെത്തണമെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് രാഹുലിന്റെ പ്രഖ്യാപനത്തിന് കാരണവും പിന്തുണയും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ളാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനകത്തെ ഗോഡ് ഫാദർമാർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാലും വിജയിക്കുമെന്ന് പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തെ അല്ല പ്രശാന്ത് ശിവ, വടകരയിൽ ആരാ? നിന്റെ ഫ്ലാറ്റ് ഉണ്ടോ? നിന്റെ തന്തയുടെ ഫ്ലാറ്റ് ഉണ്ടോ? അല്ല, ഇവന്റെ തന്തക്ക് ഞാൻ വിളിച്ചതല്ല. ഞാനൊരു കാര്യം പറയുകയാണ്, ഇവൻ എന്തിനാണ് ഇതിൻ്റെ ഒരു കടി? വടകരയിലെ നമ്മുടെ ഷാഫിയെ മെൻഷൻ ചെയ്തിട്ടാണ് ഈ ചങ്ങായി ഇങ്ങനെ ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മൾ ഷാഫിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഷാഫി അതിനുള്ള ഉത്തരം കൂടി തരുന്നുണ്ട്. ഏത് ഫ്ലാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു മറുപടി? എന്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? ഓക്കെ, അപ്പോൾ പ്രശാന്ത് ശിവന് നൈസായിട്ട് ഷാഫിയെ എങ്ങനെയെങ്കിലും പെടുത്തണമെന്ന് പ്രശാന്ത് ശിവന്റെ ഒരു ആഗ്രഹം നടന്നു തന്നെ. മോനെ, പ്രശാന്ത് ശിവനോട് ഒരു കാര്യം പറയുകയാണ്, ഷാഫി പറമ്പിൽ ആരാണ് അതറിയോ നിനക്ക്? അതായത് ഈ കേരളത്തിൽ ഈ പിണറായി വിജയനെതിരെ ഷാഫി പറമ്പിൽ മത്സരിച്ചാലും ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. കോൺഗ്രസിൽ ഏറ്റവും മികച്ച 2 നേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ 1 രാഹുലും 2 ഷാഫിയുമാണ്. CPM-ഉം BJP-യും ടാർഗറ്റ് ചെയ്തത് ആദ്യം ഷാഫി പറമ്പിലിനെയാണ്. അതായത് ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാം, ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും പെണ്ണ് കേസിൽ കൊടുക്കാം. അത് അവരുടെ കയ്യിൽ നിന്ന് പാളി. അതായത് ഷാഫി ഇങ്ങനെ അവർക്ക് കിട്ടിയില്ല. പക്ഷേ അതിനുശേഷം ഷാഫി പറമ്പിലിൻ്റെ കാഫിർ വിവാദമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, വർഗീയതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഷാഫിയെ തകർക്കാമെന്നൊക്കെ നോക്കി. പക്ഷേ അതവരെ കയ്യിൽ നിന്ന് പാളി. അതിനുശേഷം അവർ തീരുമാനിച്ചു, ഒന്നെങ്കിൽ ഷാഫി പോകണം അല്ലെങ്കിൽ രാഹുൽ പോകണം. ഇവർ 2 പേരും ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾക്ക് 8ന്റെ പണിയാണ്. അതായത് ഈ രാഹുലിന് കേസും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ കോൺഗ്രസിന് എന്തായാലും 120-130 സീറ്റ് വരെ ഉറപ്പായിട്ടും 2026 കിട്ടേണ്ടതാണ്. ഷാഫിയും രാഹുലും അങ്ങനെ പടർന്ന് പന്തലിച്ചതാണ്. അപ്പോൾ ഇവറ്റകൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഷാഫിയെ ഞങ്ങൾക്ക് തകർക്കാൻ പറ്റൂല. അതിനുശേഷമാണ് പാവം നമ്മുടെ രാഹുലിനെ ഇവറ്റകൾ ചതിച്ചത്.
അതായത് വലിയൊരു ട്രാപ്പാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ പരാതിക്കാരിക്കും ഭർത്താവുണ്ട് വീട്ടിൽ, എല്ലാ നായ്ക്കൾ എന്ന് പറയാം സ്ത്രീകളെ സത്യം പറഞ്ഞാൽ. കാരണം പാവം ഒരു മനുഷ്യനുണ്ടല്ലോ ഭർത്താവ്, അദ്ദേഹത്തെ എന്തിനാണ് ചതിക്കുന്നത്? ഇവിടെ രാഹുലാണെങ്കിൽ കല്യാണം കഴിച്ചാൽ നമുക്ക് രാഹുലിനെ അങ്ങനെ വെക്കാം. വീട്ടിലൊരു ഭർത്താവുണ്ട് പാവം, ആ മനുഷ്യൻ അദ്ദേഹത്തെ ചതിച്ചുകൊണ്ട് വാടാ ഫ്ലാറ്റിൽ മുറിയൊക്കെ എടുത്തു കൊടുത്തു, എല്ലാ സുഖവും ആസ്വദിച്ചതിന് ശേഷം ഇത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒറ്റകൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ നാണമില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് CPM ഉം BJP യും മുൻകൂട്ടി വെച്ച ഇനിയുമുണ്ട് 4 പരാതികൾ 5 പരാതികൾ. എലക്ഷൻ അതായത് 3 മാസം ഉണ്ടല്ലോ, 2.5 മാസം ഉണ്ടല്ലോ ഇലക്ഷന്. ഇതിനിടെ ഇഷ്ടം പോലെ കേസ് വരും. ഇപ്പം നാളെ രാഹുൽ ഈ വീഡിയോ കാണുന്നത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം രാത്രിയാണ്, കിടന്നുറങ്ങാതെയാണ്, 1:30 മണിയായി. അപ്പോൾ എന്തായാലും നമ്മൾ രാഹുലിൽ നിന്ന് ജാമ്യം കിട്ടും, ഇല്ലെങ്കിൽ എന്താ 2 ദിവസത്തിൽ ജാമ്യം കിട്ടും. പക്ഷേ ജാമ്യം കിട്ടിയാൽ നമുക്ക് ആശ്വസിക്കാനൊന്നുമില്ല, ഉറപ്പായിട്ടും അടുത്ത കേസ് വരും. ഉറപ്പാണിത് ഞാൻ പറയുന്നത്. അതായത് കുറേ കേസുകൾ രാഹുലിന് വേണ്ടി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, നമ്മൾ എന്തായാലും രാഹുലിനൊപ്പം തന്നെ നിൽക്കുന്നു, എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ കോടതി എന്ന് രാഹുൽ കുറ്റക്കാരനെന്ന്, തീർത്ത് രാഹുൽ കുറ്റക്കാരനെന്ന് എന്ന് കോടതി പറയുന്നു, അന്നാണ് എൻ്റെ നിലപാട് ഞാൻ മാറ്റാൻ പോകുന്നത്. അതുവരെ രാഹുൽ നിരപരാധിയാണ്. ഞാൻ ഇന്നും രാഹുലിനൊപ്പം വന്ന് എപ്പോഴും രാഹുലിനൊപ്പമാണ്. കാരണം ഒരു പെണ്ണ് നിരന്തരം ഞാൻ ഫ്ലാറ്റ് എടുത്തുടാ, AC ഫ്ലാറ്റാണ്, വാടാന്ന് ആരാരും പോയി പോകും. ഓക്കെ, അതുകൊണ്ട് രാഹുലിനൊപ്പം മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ രാഹുലിൻ്റെ ജാമ്യം അപേക്ഷ, അതായത് നമ്മുടെ രാഹുലിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ ഉടൻ അടുത്ത വീഡിയോ ഞാൻ വരാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.